നൊമ്പരമോർക്കാതെ മാനത്തു തിരിക്കുന്ന വാത്തിങ്കളെ മൂടുപടമണിഞ്ഞ മൂടവികാരത്തിൻ ജീവിതം കണ്ടു കണ്ടു മടുത്തു പോയോ. ഈറനോടുത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ കണ്ണീരിൽ മുങ്ങിയോരൻ കൊച്ചുകിനാവുകൾ എന്തിന് ശ്രീകോവിൽ ചുറ്റിടുന്നു വൃഥാ, എന്തിന് ദേവനെ കൈകൂപ്പുന്നു. ഞാൻ ഒരു അനവധി പാട്ട് പാടുന്ന ആളാ സാറേ. ശരി, എന്തായാലും താങ്കളുടെ ഒരു ഗായകനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് ശ്രീ ദിവാകരൻ എന്നതുകൊണ്ടും ഒക്കെ എസ് ജാനകിയെ പോലെ അനശ്വരയായ എൻ്റെയും നിങ്ങളുടെയും മലയാളികളുടെ എല്ലാം മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന എത്രയെങ്കിലും പാട്ടുകൾ പാടിയിട്ടുള്ള സ്വരമാധുരിക്ക് ഒരു ആദരവ് എന്ന നിലയിലാണ് സാധാരണ നമ്മുടെ പൊതുവേദിയിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകാറില്ല നമ്മളത് ചെയ്തത്. എന്തായാലും നല്ല കൊള്ളാം ശ്രീ ദിവാകരൻ. നമുക്ക് അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഗോപകുമാറാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ പണ്ട് മുതലേ ഉള്ളത് അത് ബ്രസീലിൻ്റെയും അർജൻറ്റീനയ്ക്കുമാണ്. പിന്നീട് പോർച്ചുഗലിനും ഒക്കെ ഇപ്പോൾ പുതിയ കാലത്ത് പോർച്ചുഗലിനും ഫ്രാൻസിനും ജർമ്മനിക്കും ഒക്കെ ആരാധകരുണ്ട്. പക്ഷേ എന്നാലും ആരാധകരുടെ എണ്ണത്തിൽ കൂടുതൽ ഈ രണ്ട് രാജ്യങ്ങൾക്കാണ്. ഇപ്പോൾ ഈ ബ്രസീൽ ആരാധകർ അവർ ഇതിന് പുറത്തായതോടുകൂടി അർജൻറ്റീനയ്ക്കെതിരെ മറ്റ് രാജ്യങ്ങളിലെ ആരാധകരെയൊക്കെ കൂട്ടുപിടിച്ച് പ്രചരണം നടത്തുന്നു. അർജൻറ്റീന ആരാധകർ ഒരു വഴിക്ക് നിന്ന് പ്രതിരോധിക്കുന്നു. അങ്ങനെയൊക്കെ വലിയ അടി സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. എന്തായാലും രണ്ട് ചേരി എന്ന് മാത്രമാണ് ഇപ്പൊ നമ്മള് ഇതില് എഴുതി കാണിക്കുന്നത്. രണ്ട് ചേരി ആയോ എന്നുള്ളത് മാത്രമാണ്. രണ്ട് ചേരി ഒന്നല്ലല്ലോ, ഒരു 2-3 ചേരി, ഒന്നിലധികം ചേരി എന്ന് പറയുന്നതായിരിക്കും ഒരുപാട് സത്യം. എന്താ വെച്ചാ നമ്മള് കളി കാണുന്ന സമയത്ത് ഒരു വൺ സൈഡഡ് റെഫറിങ് അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. വൺ സൈഡഡ് റെഫറിങ് ആണ് അർജന്റീന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിലും അർജന്റീനയും ബ്രസീലും ഇല്ലാത്തൊരു കളി വേൾഡ് കപ്പ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ ആളുണ്ടാവില്ല, കാഴ്ചക്കാരുണ്ടാവില്ല എന്നുള്ള മിഥ്യാധാരണ ഫിഫയ്ക്ക് ഉണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അർജന്റീനയും ബ്രസീലും നല്ല ടീം തന്നെയാണ്, യാതൊരു തർക്കവും. ആദ്യം മുതൽക്ക് തന്നെ ഒരുപാട് ആരാധകരുള്ള രണ്ട് വലിയ ടീമുകൾ തന്നെയാണ്. പക്ഷെ അവര് രണ്ടാളും എങ്ങനെയും അവസാനം സെമി ഫൈനൽ വരെയെങ്കിലും നിലനിർത്താന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രസീലിന് വേണ്ടിയിട്ടും ഒരുപാട് ശ്രമിച്ചു. അത് ബ്രസീലിന് അവസാനം 2 ഗോൾ ഇവര് കളിച്ചു കയറിയതല്ല, ഫിഫ കയറ്റിയെന്നാണ് പറയുന്നത്. അല്ലല്ല, തീർച്ചയായിട്ടും കളിച്ചു കയറി തന്നെയാണ്. അതിനൊന്നും തർക്കമില്ല, അതിലൊന്നും യാതൊരു തർക്കമില്ല. ഞാൻ അങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണുന്ന ആളാണ്. പക്ഷെ ഒരുപാട് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പൊ അന്ന് ഇതിന്റെ മുന്നത്തെ കളിയിൽ അർജന്റീന കളിക്കുന്ന സമയത്ത് അർജന്റീന ഈജിപ്തിനോടായിരുന്നു കളിച്ചത്. അന്ന് 2-0 പിന്നിൽ നിൽക്കുന്ന സമയത്ത് ഫിഫ പ്രസിഡന്റ് തലയിൽ കൈവയ്ക്കുകയാണ്. ഫിഫ പ്രസിഡന്റ് എന്തിനാ? അയാൾക്ക് എല്ലാ കളിയും കാണാം, എൻജോയ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ഒരു ടീമിന് വേണ്ടിയിട്ട് ഫേവർ ചെയ്യാൻ പാടില്ലല്ലോ. മൂപ്പര് അർജന്റീനയ്ക്ക് 2ാമത്തെ ഗോളും കൂടി ഇനി അർജന്റീന താണു പോയോ, മേപ്പെട്ട് കയറി വരില്ലായിരിക്കോ, ഈജിപ്തിനെ മാനുള്ള ടീമിന്റെ അടുത്ത് 25ാമത്തെ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ടീമാണ് ഈജിപ്ത്. അവരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞോ എന്നുള്ള നിലയ്ക്കൊക്കെ മൂപ്പര് ഭയങ്കര വിഷമത്തിൽ തലയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.